ശ്രീരേഖ രേഖാമേനോൻ ഹെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ധനുമാസത്തിലെ തിരുവാതിരയുടെ സ്റ്റാർട്ടിംഗ് ആണ്. ഇന്ന് മകരം തുടങ്ങാണ്. ഇന്ന് മുതലാണ് വ്രതം തുടങ്ങുന്നത്. തിരുവാതിര വ്രതവും ആർദ്ര ദർശനവും എന്ന് പറയും. അപ്പൊ ഇന്ന് വൈകിട്ട് ആണ് നമ്മൾ എട്ടങ്ങാടി നിവേദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ എട്ടങ്ങാടി എങ്ങനെ ഉണ്ടാക്കുന്നു, അതിനെക്കുറിച്ചിട്ട് എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം. ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ഞങ്ങൾ സുഹൃത്തുക്കൾ കൂടിയിട്ട് ഇന്ന് എട്ടങ്ങാടി ഒരുങ്ങാണ് കേട്ടോ. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും സ്വാഗതം. ചേച്ചി എടുക്കാൻ പോവാണ് നമ്മുടെ അജിത് ചേച്ചി കേട്ടോ. നമ്മുടെ കൗൺസിലറാണ് വാർഡിലെ 13ാം ഡിവിഷനിലെ. എന്തെങ്കിലും പറയുന്നോളൂ. എല്ലാവർക്കും തിരുവാതിരയുടെ എല്ലാവിധ ആശംസകളും. തിരുവാതിര എന്ന് പറഞ്ഞാല് ഞങ്ങൾ നായന്മാര് സ്ത്രീകളുടെ വളരെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ്. ഇന്ന് എൻ്റെ വീട്ടിൽ വെച്ചാണ് എട്ടങ്ങാടി ഒരുക്കുന്നത്. ഈ എട്ടങ്ങാടി ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ കൊട്ടാര അമ്പലത്തിലെ ദീപാരാധന കഴിഞ്ഞ ശേഷം അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ നേദിച്ച് എല്ലാ സ്ത്രീകൾക്കും, പങ്കെടുക്കുന്ന എല്ലാ സ്ത്രീകൾക്കും കൊടുക്കും. അതേപോലെ തന്നെ നാളെ തിരുവാതിര കളിയുണ്ട്. 8:30-9 മണിയാകുമ്പോൾ തുടങ്ങും. 9 മണിയായിട്ട് തുടങ്ങിയിട്ട് ഞങ്ങൾ അവിടെ എല്ലാവർക്കുള്ള ഭക്ഷണത്തിനോടൊപ്പം ഈ എട്ടങ്ങാടി നിവേദ്യം കൊടുക്കും. എട്ടങ്ങാടി നിവേദ്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രസക്കൂട്ടാണത്. അതായത് 7 കൂട്ടം കായ്ഫലങ്ങൾ, 3 തരത്തിലുള്ള പയറുവർഗ്ഗങ്ങൾ, ഇതെല്ലാം ഒരു പ്രത്യേക അനുപാതത്തിലെടുത്ത് ശർക്കര പാവ് വെച്ച് അതിനോടൊപ്പം തന്നെ ഈന്തപ്പഴം, മുന്തിരിങ്ങ എന്നിവ ഇട്ട ശേഷം ശർക്കര പാവ് വെച്ച് അതിലിട്ട് മിക്സ് ചെയ്തിട്ടുന്ന ഒരു പ്രത്യേക വിഭവമാണത്. അത് ഉണ്ടാക്കാൻ അല്പം വിഷമമാണ്. എന്നാലും ഞങ്ങളുടെ എല്ലാം വലിയൊരു ആഗ്രഹമാണ്. അടുത്ത തലമുറയ്ക്കും കൂടി ഓരോരുത്തരെ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവാതിര കളിയുമായി ബന്ധപ്പെട്ട് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അത്ര കണ്ട് പ്രാധാന്യമുണ്ട് തിരുവാതിര കളിക്ക്. പണ്ടത്തെ പോലെ തുടിച്ചുകുളിയൊന്നുമില്ല. എന്നിരുന്നാലും എല്ലാവരും സ്ത്രീകളുടെ ദിവസമാണ് അന്ന് രാത്രി. സ്ത്രീകൾക്ക് സർവ്വസ്വാതന്ത്ര്യത്തോടു കൂടി ഞങ്ങളെ പോലുള്ളവര് ഞങ്ങളുടെ ഓഡിറ്റോറിയങ്ങൾ, പണ്ട് വീടുകളിലായിരുന്നു, ഇപ്പൊ വീടുകളിലൊന്നുമില്ല, പണ്ട് തറവാടുകളിലായിരുന്നു. ഇപ്പൊ തറവാടുകളിലൊന്നുമില്ല, ഞങ്ങൾ ഓഡിറ്റോറിയങ്ങളിൽ, ഞങ്ങളുടെ എല്ലാ ഓഡിറ്റോറിയത്തിലാണ് ഈ ആഘോഷങ്ങൾ നടക്കുന്നത്. രാവിലെ ഞങ്ങൾ ഉറക്കൊളിച്ചു കഴിഞ്ഞ് ഞങ്ങൾ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൽ തൊഴുത് തിരിച്ച് വീട്ടിലെത്തി അതായത് അരിയുടെ ഭക്ഷണമൊന്നും കഴിക്കില്ല. പകരം ഗോതമ്പ്, പഴം നുറുക്ക്, പപ്പടം, പുഴുക്ക്. ഈ പുഴുക്കിനും ഒരു സയന്റിഫിക് ഉണ്ട്. കാരണം നമ്മുടെ ശരീരം തണുക്കുന്ന എല്ലാ സാധനങ്ങളും ആ പുഴുക്കില് ഇൻഗ്രീഡിയൻസ് ആണ്. കാച്ചില്, നനക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, കപ്പ, മുതിര, വൻപയർ, അങ്ങനെ ഉള്ള ധാന്യങ്ങളാണ് അതിൽ ഇൻഗ്രീഡിയൻസ്. അതിനേക്കാളുപരി കൂവപ്പൊടി ഞങ്ങൾ കൂവപ്പൊടി കൊണ്ട് ഹലുവ പോലെ ഉണ്ടാക്കും. ആ ഹലുവയാണ് ഞങ്ങൾ ഇടയ്ക്ക് കഴിക്കുക. അത് നമ്മുടെ ശരീരത്തിനും നല്ലതാണ്, ശരീരത്തിന് തണുപ്പും എല്ലാം കിട്ടാനായിട്ട് നല്ലതാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ തിരുവാതിരാഘോഷം. ഇന്ന് മുഴുവൻ ഒരിക്കലാണ്, നാളെ മുഴുവൻ ഒരിക്കലാണ്. മറ്റന്നാള് പുണർദത്തിക്കാലം എന്ന് പറഞ്ഞാൽ ആങ്ങളമാർക്കും കൂടി എടുത്തിട്ടാണ് ഞങ്ങളുടെ ആ നോമ്പ് വിടുക. ഇതാണ് തിരുവാതിര മഹാത്മ്യം. ചേച്ചി വളരെ നന്ദി ഈ അറിവ് പകർന്നു. വല്ലതും കാണൂ കാണോ? എന്താണെന്നൊരു പറയണം. ശർക്കര അല്ലേ? പാനി, ശർക്കര പാനി. അതായിട്ടില്ലെന്നോ? ആയാ? അയ്യോ, ഇവിടെ മതി. എവിടം വരെ 8 കൂട്ടം അല്ലേ? എന്തൊക്കെയാണ് അതിങ്ങനെ കുത്തിയെടുക്കുന്നത്? ആയില്ല
ചേനയുണ്ട്. ചേന നല്ലോണം മറിച്ചിട്ട് കൊടുക്കും. ഞാൻ മറ്റേതില് പറ്റിങ്ങിടാൻ ആയിട്ടില്ല. കുത്തിയിട്ട് കയറണില്ല. ആണ്. അപ്പൊ എനിക്ക് ഈ 8 കൂട്ടം എന്തൊക്കെയാണ് ചേച്ചി? 8 കൂട്ടം എന്തൊക്കെയാ ചേച്ചി? ഈ ധാന്യങ്ങളും കിഴങ്ങും എല്ലാം കൂട്ടിയിട്ടാണ് ഈ 8 കൂട്ടം എന്ന് പറയുക. ചേന, ചേമ്പ്, മധുരക്കിഴങ്ങ്, അയ്യോ വീഡിയോ എടുക്കണം, പിന്നെ പയറ്, കടല, പിന്നെ എന്ത് സാധനമൊക്കെയാണ്, ചെറുകിഴങ്ങ്, കിഴങ്ങ് വർഗത്തിൽപ്പെട്ടത്. പിന്നെ എന്താണ് പ്രസന്ന ചേച്ചിയും കൂടി പറയൂ എന്തൊക്കെയാണ്? 8 കൂട്ടങ്ങള്. എട്ടങ്ങാടി പുഴുങ്ങല്, പിന്നെ ഏതാണ് പയറ്, പയറ്, കടല, പിന്നെന്താ, അയ്യോ പയറ്, കടല, പിന്നെ മറ്റേത് മുതിര 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 മുതിരയുണ്ട്. പിന്നെ കൂർക്കയാണ് കിഴങ്ങ് വർഗത്തിൽ പെട്ടത്. ആദ്യം പറ. കൂർക്ക, ചേന, ചേമ്പ്, കൂർക്ക, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, 5 കൂട്ടം കിഴങ്ങും, പിന്നെ വൻപയർ, മുതിര, കടല, അങ്ങനെ 3 കൂട്ടം പയർ. അതാണ് ഈ 8 കൂട്ടം. പിന്നെ അതിലേക്ക് നമ്മൾക്ക് ആഡ് ചെയ്യാനുള്ളത് ശർക്കര, പിന്നെ ഈന്തപ്പഴം, മുന്തിരിങ്ങ, കൽക്കണ്ടം, ഇതൊക്കെ എക്സ്ട്രാ ടേസ്റ്റിന് ആഡ് ചെയ്യും. കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ചുറ്റി കൊടുക്കണം. മതി മതി അവിടെ കൊടുത്തു.
നമ്മുടെ കൈ ഉള്ളില് വലിച്ചു കുട്ടി എന്ത് സാധനം കൈ കൊണ്ടെടുത്ത് വലിച്ചു വെച്ചാ നാളത്തേക്ക് അത് വലിച്ചറിയേണ്ടി വരും. കൈ തൊടാൻ പാടില്ല. അല്ല ഉടയ്ക്കാനാണോ മറ്റേ സംഭവല്ലേ ചേച്ചി? വലിയ പാത്രം വേണമായിരുന്നു. അതല്ല ആ മെസ്സേജ് ഇതില്ലേ ഒരു അല്ല മറ്റേ അവരിടിക്കുന്ന സംഭവം ഈ സംഭവം കൊണ്ടൊന്നും ഉടച്ചപ്പോ ഈ സംഭവം കൊണ്ടൊന്നും അതല്ലേ അന്നല്ല ബലം അന്നത്തിൽ ഒരു പൂത്താലി അന്ന് വെക്കണ്ട തങ്കമൊരുക്കിയില്ല തട്ടാനും വന്നില്ല തങ്കമൊരുക്കി മുത്തുപതിച്ചൊരു പൂത്താലി സഖി മുത്തുപതിച്ചൊരു പൂത്താലി ഒട്ടും ഞാൻ കേട്ടില്ല ഉടലും ഞാൻ കേട്ടില്ല ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തുപതിച്ചൊരു പൂത്താലി സഖി മുത്തുപതിച്ചൊരു പൂത്താലി കണ്ണാടിയില്ലാഞ്ഞോ കളിയാട്ടം കണ്ടിട്ടോ കണ്ണാടിയില്ലാഞ്ഞോ കളിയാട്ടം കണ്ടിട്ടോ അല്ല അത് മാറിപ്പോയിട്ടൊരു കൂട്ടാലി കീർത്തനം പാടാഞ്ഞോ കിന്നാരം പറയാഞ്ഞോ കീർത്തനം പാടാഞ്ഞോ കിന്നാരം പറയാനോ കാട്ടിൽ പുള്ളിക്കുയിലും പൂങ്കുയിലും അല്ലെ ഒട്ടും ഞാൻ കേട്ടില്ല കുഴലും ഞാൻ കേട്ടില്ല ഇത്തിരി മുല്ലയ്ക്കാര് കൊടുത്തു പാട്ട് മുത്തുപതിച്ചൊരു പൂത്താലി സഖി മുത്തുപതിച്ചൊരു പൂത്താലി കുടിക്കട്ടാ എനിക്കതൊന്നുണ്ടോ ചന്തലാക്ഷി എന്നൊക്കെ ഇത്ര ഓഫ് ആവണല്ലോ അല്ല അതിലുള്ള ഗ്യാസ് ഇതിലേക്ക് വരുന്നിടം വരെ അല്ല അത് നല്ല അടിപൊളി മറ്റൊരു ഓട്ടിയാട്ടെ അത് പറഞ്ഞാൽ ചെറുതുണ്ട് ഇങ്ങനൊരാളെ ഞാൻ കണ്ടു വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിക്കണം പായസം ചേച്ചി ചട്ടകം കൂടെ ഉള്ളിലോട്ടുണ്ട് ഓട്ട് ചട്ടകം ഉള്ളിലുണ്ടെങ്കിൽ കൊണ്ടുവരുമോ ഇതല്ലേ
പിടിക്കണോ വെച്ച് ഇങ്ങോട്ട് കൊടുത്തേക്ക് ഉഷ. കരിക്ക് വന്നില്ലേ? ഇവിടെ കരിക്ക് ഇല്ല ഇല്ല. ഇത് നിലക്കട്ടെ. ആ പൊടിയൊക്കെ വന്നിട്ട് കളി ഈ സൈക്കിളുള്ള അതിരിക്കുമ്പോ ശരിയാവുന്നില്ല. അത് കുതിർന്ന് വരുമ്പോ എനിക്കത് ഒട്ടിപ്പിടിക്കല്ലേ. ചാച്ചടിക്ക് 4 കൈയില്ല ഞാൻ പിന്നെ ഇളക്കേണ്ടി നെയ്യ് ഒഴിച്ചോ കുറച്ച്. ഇത് വെക്കാൻ നെയ്യ് കുറച്ച് ഒഴിച്ചാൽ മതി ചേച്ചി. എന്തുവാ മതിയോ? കഴിക്കാൻ പറ്റില്ല ആൾക്കാർക്ക്. ഞങ്ങൾക്ക് കഴിക്കാൻ നെയ്യൊക്കെ ആരോഗ്യം വേണമെങ്കിൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഒഴിക്കില്ലായിരുന്നു. പാത്രത്തിലാക്കിയാൽ മതി. പാത്രത്തിലാക്കിയാൽ മതി. ഇതാക്കി ോദനം
കരിമ്പുള്ള ശർക്കര വാഴപ്പഴം ചോരു താരും ചോളമാലരും പയറും കിള്ളും കരിമ്പും കരക്കയും കൊത്തത്തേങ്ങ നാരങ്ങ
മഞ്ചേനാനല്ല ചെറുകിഴങ്ങും മലർപോലി പാലിളനീ പഞ്ചസാരയും കരിമ്പിന്നീരും അമ്മയുടെ കിട്ടുന്ന പായസവും സന്തതം നിന്നീരുമുമ്പിൽ വെച്ച് ഞാനിതാ ശ്രീവാദം കൈതൊഴുന്നേ എന്റെ ഗണപതി തമ്പുരാനേ ഞാനിതാ ശ്രീവാദം കൈതൊഴുന്നേ ഞാനിതാ ശ്രീവാദം കൈതൊഴുന്നേ ഞാനിതാ ശ്രീപാദം കൈതൊഴുന്നേ നമ്മള് അവിടെ പോയി ഇട്ടാൽ മതി അല്ലെങ്കിൽ താക്കോലി കൈകൾ വന്നു. കൈകൾ മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ഞാൻ കഴിക്കില്ല.